ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനാണ്. ഇതിനു മുന്നേ നമ്മൾ ചാപ്റ്റർ നമ്പർ 1 ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതിൻ്റെ എല്ലാ സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാർഡ്സിൽ കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ പിന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിനെ കുറിച്ചായിരുന്നു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞപ്പോൾ ചലനമില്ലാതിരിക്കുന്ന ചാർജസിനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോ ചെയ്യുന്ന ചാർജസിനെ കുറിച്ചാണ്, ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ്, ചലനം ഉള്ള ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ്. ഈ ആദ്യത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നും ഇലക്ട്രിക് കറണ്ടിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ ഒരു പർട്ടിക്കുലർ കണ്ടക്ടറിൽ എങ്ങനെ ഇലക്ട്രിക് കറണ്ട് കടന്നു പോകുന്നു എന്നുള്ളതും പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടീനെയും കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ ചാർജസ് എന്താണ് എന്ന് ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ സെഷനിൽ പഠിച്ചായിരുന്നു. ഒരിക്കൽ കൂടി അത് കാണണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവണമോ അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവണമോ അതിനേക്കാൾ കുറവ് ഇലക്ട്രോൺ ഉണ്ടായാൽ അതിന് നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയും. ഇപ്പോൾ ഈ ഓബ്ജക്റ്റിൽ 5 ഇലക്ട്രോൺ ആയിരുന്നു ഉണ്ടാവേണ്ടത്, അതിൽ 6 ഇലക്ട്രോണോ അല്ലെങ്കിൽ 4 ഇലക്ട്രോണോ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളായി മാറും. അതായിരുന്നു നമ്മൾ ഇലക്ട്രിക് ചാർജ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജ് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഡെഫിനിഷനായി പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എൻ ഓബ്ജക്റ്റ്. സോ ഒരു ഓബ്ജക്റ്റ് എടുക്കുക, ഒരു കണ്ടക്ടർ, ഒരു കമ്പി എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തെങ്കിലും വിചാരിക്കരുത്, ഒരു മെറ്റാലിക് വയർ. ഓക്കെ, സോ ആ കമ്പി എടുക്കുക, കമ്പിയുടെ ക്രോസ് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്, മെറ്റാലിക് വയറിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ മുറിച്ച് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മുറിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ നോക്കാതെ 90 ഡിഗ്രി തിരിച്ച് മുറിച്ച് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനിൽ കൂടെ ഒരു ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കാം. സോ ഈ ഡയറക്ഷനിൽ എത്ര ചാർജ് കടന്നു പോകുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുവാണ്, എനിക്ക് 10 കൂളം ചാർജ് ഉണ്ട്. ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. സോ 10 കൂളം ചാർജ് ഉണ്ട്. 5 സെക്കൻഡിൽ ഈ 10 കൂളം ചാർജ് ഈ കണ്ടക്ടറിൽ കൂടെ കടന്നുപോയി എന്ന് ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 10/5 ആയിരിക്കും. ഓക്കെ, സോ ഇലക്ട്രിക് കറണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന I എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തായിരിക്കും. സോ I = ചാർജ് ഡിവൈഡ് ബൈ ടൈം അല്ലെങ്കിൽ Q ഡിവൈഡഡ് ബൈ T എന്ന് നമുക്ക് എഴുതാം. ഇത് നോർമൽ ഫോമാണ്, നോർമൽ ഫോമിലുള്ള എക്സ്പ്രഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതണം എന്ന് പറയുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, ആദ്യം 5 സെക്കൻഡ് ആയിരുന്നപ്പോൾ ഈ കണ്ടക്ടറിൽ 10 കൂളം ചാർജ് ഉണ്ടായിരുന്നു. 10 സെക്കൻഡ് ആയപ്പോൾ ഈ കണ്ടക്ടറിൽ 20 കൂളം ചാർജ് കടന്നു പോയി. അതായത് ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. 5ാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ അവിടെ കൂടെ 10 കൂളം ചാർജ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. 10ാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ അവിടെ കൂടെ 20 കൂളം ചാർജ് കടന്നുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കറണ്ട് ഉണ്ട് അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഉണ്ടായിരുന്ന ചാർജ് മൈനസ് ആദ്യം ഉണ്ടായിരുന്ന ചാർജ് ഡിവൈഡഡ് ബൈ അവസാനം നോക്കിയ ടൈം മൈനസ് ആദ്യം നോക്കിയ ടൈം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ചാർജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്നുള്ളതായിരിക്കും നമ്മൾ അവിടെ ഇലക്ട്രിക് കറണ്ടായി എഴുതുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ ഉള്ള ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. I(t) എന്ന് പറയുന്നത് ΔQ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ചാർജ്, എത്ര ചാർജ് മാറി അല്ലെങ്കിൽ എത്ര ചാർജ് കടന്നു പോയി ഡിവൈഡഡ് ബൈ എത്ര സമയം അവിടെ പോയി, നോക്കാൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റി ഈ ന്യൂമറേറ്റർ നമ്മൾ വളരെ 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 ചുരുങ്ങിയ സമയത്തായിരിക്കും നോക്കേണ്ടത്. ഓക്കെ, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എത്ര കറണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ΔT നമ്മൾ വളരെ വളരെ ചുരുങ്ങിയ സമയമായി മാറ്റും. 0-ന് അടുത്തായിരിക്കും. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞു ടൈം ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. അതിനെയാണ് നമ്മൾ വേറൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ dQ ഡിവൈഡഡ് ബൈ dt എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചേഞ്ച് ഇൻ ടൈമിന് നമ്മൾ എത്ര ചാർജ് ചേഞ്ച് ആയി എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറണ്ട് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതി, time rate of flow of charge in any particular direction through the cross section of an object is called
ഇലക്ട്രിക് കറണ്ട്. രണ്ടാമത് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതി, Q/T നോർമൽ എക്സ്പ്രഷൻ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ dQ/dt. ഇനി മൂന്നാമത് എഴുതേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ആണ്. സോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചാർജ് വെച്ചാണ് ഇലക്ട്രിക് കറണ്ട് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്. SI യൂണിറ്റിലെ 7 ബേസിക് ക്വാണ്ടിറ്റീസിലെ ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് A തന്നെയാണ്. സോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് മൾട്ടിപ്പിൾ ഡയമെൻഷൻ ഉണ്ടാക്കുമ്പോൾ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് അവിടെ വരത്തില്ല. വെറും ഒരു A തന്നെ ആയിരിക്കും അവിടുത്തെ ഡയമെൻഷൻ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു, യൂണിറ്റ് ഡയമെൻഷൻ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്നുള്ളത് എപ്പോഴും എഴുതാറുണ്ട്. ഈ 5 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഏതൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ വർക്കാണ്, എന്ത് ക്വാണ്ടിറ്റി നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോഴും ഈ 5 കാര്യം നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പഠിക്കാറുള്ളത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് ഇങ്ങോട്ട് വലിക്കുന്നു, അല്ലെങ്കിൽ ആ സെയിം 5 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് അങ്ങോട്ട് വലിക്കുന്നു. രണ്ട് സ്ഥലത്തും 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ഡയറക്ഷനിൽ വലിക്കുവാണെങ്കിൽ, ഇങ്ങോട്ടുള്ള എന്നിലോട്ടുള്ള ഡയറക്ഷൻ വലിക്കുവാണെങ്കിൽ ഡസ്റ്റർ ഇങ്ങോട്ട് വരും, അങ്ങോട്ടാണ് വലിക്കുന്നതെങ്കിൽ ഡസ്റ്റർ അങ്ങോട്ട് പോകും. അപ്പോൾ ഏത് ഡയറക്ഷനിലൂടെ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാഗ്നിറ്റ്യൂഡും പറഞ്ഞാണ് ഞാൻ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഏത് രീതിയിൽ അത് അപ്ലൈ ചെയ്തു എന്നുള്ളതും ഉണ്ടെങ്കിൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് എന്ന് പഠിക്കാറുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ്. പകരം ഒരു ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആവണം എന്നുണ്ടെങ്കിൽ അതിന് 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഇലക്ട്രിക് കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ നോക്കേണ്ടത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. ഒരു കണ്ടക്ടറിൽ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പി, ആ കമ്പിയിൽ കൂടെ ഏത് ഡയറക്ഷനിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. സോ പോസിറ്റീവ് ചാർജ് ആദ്യം ആണ് നോക്കേണ്ടത്. സോ പോസിറ്റീവ് ചാർജ് അങ്ങോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരെ തിരിച്ചു പറയുകയാണ്, ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എപ്പോഴും എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. തിരിച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുക, അതായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് വരുന്നു എന്ന് നോക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിന് ഒരു മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു, dQ/dt. അതേപോലെ കറണ്ടിൻ്റെ ഡയറക്ഷനും പറഞ്ഞു, ഏത് ഡയറക്ഷനാണോ പോസിറ്റീവ് ചാർജ് പോകുന്നത് അതായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും ഉള്ള സ്ഥിതിക്ക് ഇതിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയായി മാറുന്നില്ല. അതിന് 2 കാര്യങ്ങൾ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ വരാം, ഈവൻ ദോ കറണ്ട് ഹാസ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൈ ഈസ് ഇറ്റ് നോട്ട് കൺസിഡേർഡ് ആസ് എ വെക്ടർ ക്വാണ്ടിറ്റി? കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും അതിനെ നമ്മളൊരു വെക്ടർ ക്വാണ്ടിറ്റിയായി കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 ഉത്തരങ്ങളുണ്ട്. ആദ്യം എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ വയർ ഡസൻറ്റ് അഫക്ട് ദി ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു വയർ എടുക്കുവാണ്, ഇതൊരു മെറ്റാലിക് കണ്ടക്ടറാണ്. രണ്ടാമത്തെ വയർ എടുക്കുവാണ്, ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ വെക്കുവാണ്, ലെറ്റ്സ് സേ 60 ഡിഗ്രിയിൽ ഞാൻ വെക്കുവാണ്. ഇതിൽ 1 കൂളം കറണ്ട് ഉണ്ട്, ഇതിൽ മറ്റൊരു 1 കൂളം കറണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ 1 കൂളം, ഇതിൽ 1 കൂളം. 60 ഡിഗ്രിയിൽ വെച്ചു. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് ഡയറക്ഷൻ ഞാൻ മാറ്റി 30 ഡിഗ്രി ആക്കി. അങ്ങനെ ആക്കിയത് കൊണ്ട് ഇവ തമ്മിലുള്ള കറണ്ടിന് വ്യത്യാസം വരത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴും ഒരു വെക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കല്ലിനെ ഒരു കയറ് കെട്ടി വലിക്കുന്ന പോലെ അസ്യൂം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് ഒരു കല്ല്, ഓക്കെ. ഇതിൽ ഒരു കയർ ഞാൻ കെട്ടി അങ്ങോട്ട് വലിക്കുവാണ്, മറ്റൊരു കയർ ഞാൻ കെട്ടി ഇങ്ങോട്ട് വലിക്കുവാണ്, ഓക്കെ. അപ്പോൾ കല്ല് എങ്ങോട്ടായിരിക്കും പോകുന്നത്? നേരെ ആയിരിക്കും പോകുന്നത്. അങ്ങോട്ടും വലിച്ചു ഇങ്ങോട്ടും വലിച്ചു. അപ്പോൾ ഇതായിരിക്കും എൻ്റെ റിസൾട്ടൻറ്റ് അല്ലേ. അതേപോലെ ഞാൻ ഇത് ഇങ്ങോട്ടാണ് വലിക്കുന്നത്. ഈ ആദ്യത്തെ കയർ എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ല, പകരം ഇങ്ങനെയാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് 2 സൈഡിലും ഈക്വലായിട്ട് വലിക്കുന്നുണ്ട്. 2 സൈഡിലും
ഈക്വൽ ഫോഴ്സസ് ആണെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും, ഈ കല്ല് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷൻ, ഇവ തമ്മിലുള്ള ഡയറക്ഷൻ നേരത്തെ ഇതായിരുന്നു ഇവ തമ്മിലുള്ള ആംഗിൾ, പിന്നെ ഞാൻ ആംഗിൾ മാറ്റുമ്പോഴത്തേക്കും ഈ കല്ലിൻ്റെ സ്വഭാവം, കല്ല് എങ്ങനെ നീങ്ങുന്നു എന്നുള്ള സ്വഭാവം മാറുന്നു. അപ്പോൾ സാധാരണ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ആ വെക്റ്റർ ക്വാണ്ടിറ്റി തമ്മിലുള്ള ആംഗിൾ മാറുമ്പോൾ അവയുടെ റിസൾട്ടൻസ് മാറുന്നു. പക്ഷേ കറണ്ടിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടക്ടറിൽ 1 ആംപിയർ ഉണ്ട്, ഈ കണ്ടക്ടറിൽ 1 ആംപിയർ ഉണ്ട്, ഇവ രണ്ടും ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 2 ആംപിയർ ആയിരിക്കും. അത് ഈ രണ്ട് വയർ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയാലും 30 ഡിഗ്രി ആയാലും 180 ഡിഗ്രി ആയാലും 90 ഡിഗ്രി ആയാലും എത്ര ആയാലും അവ തമ്മിലുള്ള ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സം തന്നെയായിരിക്കും. ഒരിക്കലും അതൊരു വെക്ടർ അഡീഷനായി ഫോളോ ചെയ്യത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ദ വയർ ഡസൻറ്റ് അഫക്ട് ദി ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇനി രണ്ടാമത്തെ റീസൺ, ഇറ്റ് ഡസൻറ്റ് ഒബേ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കയർ അങ്ങോട്ട് വലിച്ചു, ഒരു കയർ ഇങ്ങോട്ട് വലിച്ചു, അപ്പോൾ റിസൾട്ടൻറ്റ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു റൂൾ ഒരിക്കലും നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഫോളോ ചെയ്യത്തില്ല. ഈ രണ്ട് റീസൺ കാരണം കറണ്ട് എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ആദ്യം കറണ്ട് എന്താണെന്ന് ചോദിക്കും, എന്നിട്ട് കറണ്ട് എന്തുകൊണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയി, എന്തുകൊണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2 മാർക്കിനോ 4 മാർക്കിനോ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് കറണ്ട്. ഇനി നമുക്ക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഒരു കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു കണ്ടക്ടറിലും കറണ്ടിന് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു കരിയർ ഉണ്ടാവണം. കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കറണ്ട് പോകാനുള്ള ഒരു കാരണം അവിടെ ഉണ്ടാവണം. ഓക്കെ, സോ ആ കരിയേഴ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. സോ കറണ്ട് കരിയേഴ്സ് ഇൻ സോളിഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിവിടെ വരയ്ക്കുന്ന ഒരു മെറ്റാലിക് കണ്ടക്ടറാണ്. ആ കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് കുറേ ആറ്റംസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതൊരു സോഡിയം ആണെന്ന് വെച്ചോളാം, സോഡിയം ബ്ലോക്കാണ്. സോ ഈ സോഡിയം ബ്ലോക്കിൻ്റെ അകത്ത് കുറേ സോഡിയം ആറ്റംസ് ഇങ്ങനെ ഉണ്ടാവും. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അതായത് ടോട്ടൽ അതിന് 11 പ്രോട്ടോൺസും 11 ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ 11 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, ആദ്യത്തെ ഓർബിറ്റിൽ 2 ഉണ്ടാവും, പിന്നെ ഓർബിറ്റിൽ 8 ഉണ്ടാവും, മൂന്നാമത്തെ ഓർബിറ്റിൽ 1 ആയിരിക്കും. അപ്പോൾ ആ ലാസ്റ്റ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഈ ലാസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇൻ മെറ്റൽസ് വാലൻസ് ഇലക്ട്രോൺസ് ആർ നോട്ട് അറ്റാച്ച്ഡ് ടു ദ ആറ്റംസ് ആൻഡ് ക്യാൻ മൂവ് ഫ്രീലി. അപ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇതാണ് ലാസ്റ്റ് ഓർബിറ്റ് എന്ന് വിചാരിക്കാം. ആ ഓർബിറ്റിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കല്ല, അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും, ഇതിനൊരു ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഓരോ ആറ്റത്തിലും ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടിരിക്കുവാണ്. നമ്മൾ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ അകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം. ഒരു ഫീൽഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇലക്ട്രിസിറ്റി കടന്നു പോകത്തുള്ളൂ. സോ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വാലൻസ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഞാൻ പറയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജിൻ്റെ ഫ്ലോ അങ്ങോട്ടായിരിക്കും. എപ്പോഴും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ സെഷൻ നമ്പർ 3 ചാപ്റ്റർ 1 സെഷൻ നമ്പർ 3 നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജ് കടന്നു പോകുന്നത്. നെഗറ്റീവ് ചാർജ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യാൻ അവർക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ആ ഇലക്ട്രോൺസിന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. വാലൻസ് ഇലക്ട്രോൺസ് ആർ ദി കറണ്ട് കാരിയേഴ്സ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെറ്റലിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതുക, മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വളരെ ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. ആ ആറ്റവുമായിട്ട് അധികം ഫോഴ്സ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരിക്കും. സോ ഈ ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് വാലൻസ് ഇലക്ട്രോൺസ് ആർ നോട്ട് അറ്റാച്ച്ഡ് ടു ദ ആറ്റംസ് ആൻഡ് ക്യാൻ മൂവ് ഫ്രീലി. എന്നിട്ട് പറയുക, ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഈ ഫ്രീ ആയിരിക്കുന്ന ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആ വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ കറണ്ട് കാരിയേഴ്സ് എന്ന് വിളിക്കും. സോ ഇതാണ് കറണ്ട് കാരിയേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടം വരയ്ക്കുന്നത് അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്കൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതാണ് ഓംസ് ലോ.
അപ്പോൾ നമ്മൾ ആദ്യം കറണ്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്റർ വായിക്കാത്തവർ സെക്കൻഡ് ചാപ്റ്റർ വായിക്കുക. ഞാനത് ഫ്യൂച്ചറിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതേപോലെ കറണ്ടും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഓംസ് ലോ സംസാരിക്കുന്നത്. ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആയിരിക്കും. ഓക്കെ, വെരി സിമ്പിൾ ഫോമിൽ ഞാൻ പറയുവാണ്. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആയിരിക്കും ഒരു സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാറ്ററി ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിന് രണ്ട് സൈഡിലും ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഉള്ള ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ മാത്രമേ ഇതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ നമ്മൾ ബാറ്ററി എപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് 240 വോൾട്ട്സ്. നമ്മുടെ പ്ലഗ് പോയിന്റ് എല്ലാം 240 വോൾട്ട്സ് ആണ്, അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരിക്കും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ബാറ്ററീൻ്റെ പോസിറ്റീവ് സൈഡും, ഇതാണ് ഒരു ബാറ്ററി എന്നുണ്ടെങ്കിൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് സൈഡും ബാറ്ററീൻ്റെ നെഗറ്റീവ് സൈഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവ തമ്മിൽ അത് കണക്ട് ചെയ്യും, ആ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത്. ആ വിയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഓംസ് ലോയിൽ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. എന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയണം, പ്രൊവൈഡഡ് ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ എ കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഞാൻ കണക്ട് ചെയ്യുന്നു, ഇതൊരു സർക്യൂട്ടാണ്. ഇവിടെയാണ് എനിക്കുള്ള ഓബ്ജക്റ്റ് ഞാൻ വെക്കുന്നത്. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ പേന ഞാൻ എടുത്ത് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബാറ്ററീൻ്റെ വോൾട്ടേജ് എത്രയാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 5 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ ഇതിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകും. ഇത് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡും ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കറണ്ട് കടന്നു പോകുന്നത്. ഓക്കെ, സോ ഈ 5 വോൾട്ട് ബാറ്ററി മാറ്റി ഞാൻ 15 വോൾട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കറണ്ട് കൂടും. ഓക്കെ, 15 വോൾട്ട് മാറ്റി ഞാൻ 50 വോൾട്ട് ആക്കുവാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി, കറണ്ട് ഇനിയും കൂടും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, it will be directly proportional to the current developed. തിരിച്ചും പറയാം. ഓക്കെ, സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. ഒബ്വിയസ്ലി ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് എഴുതും. അപ്പോൾ അവിടെ നമുക്ക് ആർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ആ കോൺസ്റ്റന്റ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആർ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഐനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആർ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞ സാധനമാണ് ആർ എന്ന് പറയുന്നത്. ആ ആറിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഒരു ഓബ്ജക്റ്റിൽ റെസിസ്റ്റൻസ് കുറവാണ് എന്ന് വിചാരിക്കാം. ഞാൻ പറയുവാണ് ഇവിടെ 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ട്, 10 വോൾട്ടാണ്. ഇപ്പുറത്തെ റെസിസ്റ്റൻസ് 2 ഓം ആയിരുന്നെങ്കിൽ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്, അതിലോട്ട് വരാം. 2 ആണെന്ന് വിചാരിക്കാം റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ ഈക്വൽ ടു, ഐ എഴുതണമെന്നുണ്ടെങ്കിൽ വി ഡിവൈഡഡ് ബൈ ആർ ചെയ്താൽ മതി. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന കറണ്ട്. ഇനി ഈ റെസിസ്റ്റൻസ് ഞാൻ കൂട്ടി എന്ന് വിചാരിക്കാം. 2ന് പകരം 10 ആണ് അവിടെ ഉള്ള റെസിസ്റ്റൻസ്, 10. ഓക്കെ, സോ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായി? ഇത് I1 എന്ന് എഴുതി, I2 എന്ന് എഴുതി. റെസിസ്റ്റൻസ് കൂടിയപ്പോൾ 10/10 ആയി, കറണ്ട് കുറഞ്ഞു. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് ഇലക്ട്രിസിറ്റി കടന്നു അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകാൻ എത്രത്തോളം തടസ്സം ഉണ്ട് എന്നുള്ളതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറച്ചേ പോകത്തുള്ളൂ, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടുതൽ പോകും. ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. ഓബ്വിയസ്ലി ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, 5 കാര്യങ്ങൾ എഴുതുക, ഡെഫിനേഷൻ എഴുതുക, ഡെഫിനേഷൻ എഴുതിയിട്ട് ഓംസ് ലോ എഴുതിയിട്ട് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതണം. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ് എന്നുള്ളത് എഴുതുക. എന്നിട്ട് എഴുതുക വി പ്രൊപ്പോർഷണൽ ടു ഐ, വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ വി ബൈ ഐ. ദിസ് കോൺസ്റ്റന്റ് ആർ ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനിഷൻ. എന്തായാലും എക്സ്പ്രഷൻ എഴുതി, വി ബൈ ഐ ആണ് എക്സ്പ്രഷൻ. മൂന്നാമത് യൂണിറ്റ് എഴുതുക. യൂണിറ്റ് എന്ന് പറയുന്നത്
ഓം ആണ് യൂണിറ്റ്. അപ്പോൾ ഇതിനൊരു ഡിറൈവ്ഡ് യൂണിറ്റ് നമുക്ക് എഴുതാമെന്നുണ്ടെങ്കിലും സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഡയറക്റ്റ്ലി നമ്മളൊരു യൂണിറ്റ് ഇതിന് പറയുവാണ്, അത് ഓം ആണ്. ഇനി നോക്കുക, ഇതിന് ഡയമെൻഷൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം V/I ആണ് R. V എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. വർക്ക് ബൈ ചാർജ് ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ്. നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് dQ/dt. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ W/Q ദ ഹോൾ ഡിവൈഡഡ് ബൈ Q/T അല്ലേ. T മുകളിൽ പോവും, അപ്പോൾ WT/Q² ആയിരിക്കും ഇതിൻ്റെ നെറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഡബ്ല്യൂയുടെ ഡയമെൻഷൻ നമുക്കറിയാം mL² T⁻². ഓക്കെ, ആൻഡ് ടീൻ്റെ അറിയാം T തന്നെയാണ് ഇൻറ്റു T ഡിവൈഡ് ബൈ Q². ക്യൂവിൻ്റെ AT ആണ്. AT ദ ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ A²T² ആയി. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്തായി mL². T ഒരു -2 ഉണ്ട്, -2 -2 -4 ആയി. ഇതും ഒരു T ഉണ്ട്, അപ്പോൾ -3 ആൻഡ് A⁻². അപ്പോൾ mL² A⁻3 mL² T⁻3 A⁻². ഇതായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഡയമെൻഷൻ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പറയും എപ്പോഴും, അഞ്ചാമത്തെ കാര്യം സ്കേലർ ആണോ വെക്ടർ ആണോ എന്നുള്ളത്. എപ്പോഴും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ കുറിച്ച് നോക്കി, കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്, എന്തുകൊണ്ട് അതൊരു സ്കേലർ ആണെന്ന് നോക്കി, എന്താണ് കറണ്ട് കാരിയേഴ്സ് എന്നും എങ്ങനെ മെറ്റൽസിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ആൻഡ് ദെൻ ഓംസ് ലോ കണ്ടു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ്.